അല്ല വിൻചേട്ടാ പറഞ്ഞായിരുന്നു ഭയങ്കര ഗോസിപ്പ് ഇവര് ഇറങ്ങി കഴിയുമ്പോ ഭയങ്കര ഗോസിപ്പ് വരുന്നുണ്ട്. അപ്പം ഈ ഗോസിപ്പ് വിറ്റ് മാർക്കറ്റ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാനുള്ള പരിപാടി ആയിരുന്നു. തീർച്ചയായിട്ടും അല്ലാതെ വേറെ വഴിയില്ലല്ലോ. കാരണം അതാണ് മാർക്കറ്റിംഗ്. കാരണം വെച്ചാൽ നിങ്ങള് ഒരു കാര്യത്തിന് ഫോക്കസ് ചെയ്ത് നിങ്ങൾ ക്യാമറ എടുത്ത് വരുന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിംഗ് അല്ലേ. സോ ആ മാർക്കറ്റിംഗ് യൂസ് ചെയ്യുന്ന കുഴപ്പം. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഈ പാട്ടിനെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ടുപേരും ഇവർ തന്നെയാണ്. സോ ഒബ്വിയസ്ലി എന്താ പറയാ, അത് തന്നെയാണ് ഈ പാട്ട് റീച്ച് ആവണം, അത് ഞങ്ങളുടെ ഇവിടെ ആവശ്യമാണ്. പിന്നെ ഇവര് നിൽക്കുന്ന ഒരു പീക്ക് ടൈമിലാണല്ലോ ഇവര് ചെറിയ റീൽ ഇട്ടാലും മില്യൺസും ഇതൊക്കെയാണ്. അതൊക്കെ എനിക്ക് തോന്നുന്നു വേറെ ആർക്കും ഇത്രയും റീച്ച് ഇപ്പത്തെ ഒരു ഇതില് ഇവരുടെ റീച്ച് ഭയങ്കര റീച്ചാണ്. പക്ഷെ ഞാൻ പ്രൊഫഷണലി അവർക്ക് നല്ലൊരു അവരുടെ ഒരു ഭാഗ്യം, ഞാൻ പറയുന്നത് അതൊരു ഭാഗ്യമാണ്. അർജുൻ ശ്രീതു അങ്ങനെ ഫാൻസ് നല്ല ജെന്യുവൻ ഫാൻസ് ആണ് ഇവർക്ക്. അത് പറയാതെ ഇരിക്കാൻ വയ്യ. അത് ആ പിള്ളേര് ഇവരുടെ വീഡിയോ അല്ലെങ്കിൽ ഇവരുടെ ലൈവ്, ഇവരുടെ റീല്, ഇവര് ശർമ്മ ചേച്ചി ഇവർക്ക് വേണ്ടി ഒരു റീൽ ഉണ്ടാക്കിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു ലൈവ് ചെയ്യിപ്പിക്കുകയോ, ഇങ്ങനെ നമ്മുടെ വീട്ടിൽ പോലെ ഒന്ന് ഇറങ്ങി പോവോ ഇങ്ങനെ പറയുമ്പോ. പക്ഷെ ഈ പിള്ളേർ എവിടുത്തെ എത്രയോ ദൂരെ നിന്നാണ് ഈ പിള്ളേര് ഇത്ര ഇവർ ലക്കിയാണ്. നല്ല ഫാൻസ് അങ്ങനെ. അതേപോലെ പുള്ളി ടാഗ് ചെയ്തപ്പോ മാറി അല്ലോർജുൻ ടാഗ് ചെയ്തു, അതിന് ചീത്തറിയാണ്. അവിടെ നല്ല ഫാൻസ് ആണ്, ഒരിക്കലും മറക്കില്ല. നല്ല ഫാൻസ് ആണ്. പിന്നെ അബൌട്ട് അർജുൻ ശ്രീതു, ഫോർ മീ ഞാൻ ഒരു മാർക്കറ്റിംഗ് ലെവലിലല്ല, ആക്ച്വലി മാർക്കറ്റ് മാത്രം നോക്കിയല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് ആ ബിഗ് ബോസ് ഹൗസിൽ എനിക്ക് കണക്റ്റഡ് ആയിട്ടുള്ള ഫ്യൂ ഒരു 4, 5, 6 മെമ്പേഴ്സ് ആണ്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് കണക്ട് ആദ്യം വരുന്നത് ശ്രീതു, പിന്നെ അർജുൻ. ഇവരൊക്കെ ആയിരുന്നു എന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നത്. ഇനി ഞാൻ കരഞ്ഞാൽ അല്ലെങ്കിൽ ചിരിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയാൻ എപ്പോഴും ഇവരായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഈ പാട്ട് ഇവർക്ക് ആപ്റ്റ് ആണെന്ന് ഉറപ്പായി കഴിഞ്ഞ ശേഷം മാത്രം, അല്ലെങ്കിൽ നമുക്ക് വേറെ കുറെ എടുക്കാം. പക്ഷെ ഇവര് പിന്നെ പ്ലസ് യെസ് അഭിമാനത്തോടെ പറഞ്ഞു ദേ ആർ നമ്പർ 1 ഇൻ മാർക്കറ്റ്. ശ്രീതു, ഇതിന്റെ മുമ്പ് നിങ്ങൾ രണ്ടുപേരും എനിക്ക് കല്യാണ പെണ്ണിച്ചയ്ക്ക് ഒരു കോസ്റ്റ്യൂമിൽ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. ആ ക്രിസ്ത്യൻ ഒരു വേഷത്തിൽ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു ബോട്ടിക്ക് വേണ്ടി. അപ്പം അത് ചെയ്തു. അപ്പൊ അത് ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ഒരു പിച്ചു കല്യാണം കഴിഞ്ഞു എന്നൊക്കെ ഒരുപാട് കമന്റുകളൊക്കെ വരാറുണ്ട്. അപ്പൊ അതിനുശേഷം പിന്നെയും ഇപ്പം കല്യാണം കഴിക്കുന്നു. ഇത് ആൾക്കാരുടെ ഇടയിലേക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഭൂമി പിന്നെയും കൊടുക്കല്ലേ നിങ്ങൾ? എനിക്ക് വന്നിട്ട് പേഴ്സണായിട്ട് എനിക്ക് അത് മൈൻഡിൽ ഞാൻ എടുക്കുന്നില്ല. ബിക്കോസ് ഞാൻ ഈ ഒരു പ്രൊഫഷണൽ ഇതിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ ഇതിനു മുമ്പ് എനിക്ക് അതുകൊണ്ടൊക്കെ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് മനസ്സിലാവും ആൾക്കാർക്ക്. മേ ബി ഇന്നോ ഇല്ല, നാളെയോ ഇല്ല, മറ്റന്നാളോ എപ്പോഴെങ്കിലും ഒരു ദിവസം മനസ്സിലാവും ഇതൊരു ആക്ടിങ് ആണ്, ഒരു സംഭവമാണ്. അപ്പൊ ഇത് പറയുന്നത് അപ്പൊ നിങ്ങൾ ഒറിജിനൽ ആയിട്ട് ഒന്നാവില്ലേ? ഇല്ല, ഇല്ല, ഫാൻസിനെ നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല. കൂടുതലായിട്ട് ഫാൻസ് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലുള്ള ഒരു എന്റെ അറിവില് ഫാൻസ് എന്ന് പറഞ്ഞ പിള്ളേർക്ക് ഇഷ്ടം ഞങ്ങളുടെ മൊമെന്റ്സ് കാണാനും അത് റീക്രിയേറ്റ് ചെയ്ത് കാണാനും ലൈക്ക് ഒരുമിച്ച് കല്യാണം അത് ഞങ്ങളുടെ പേഴ്സണലി എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പം പലർക്കും പല രീതിയിൽ പറയാം. സോ അവര് പേഴ്സണലി ഇഷ്ടപ്പെടുന്ന ഞങ്ങളുടെ മൊമെന്റ്സ്, ബിഗ് ബോസിൽ കുറെ മൊമെന്റ്സ് അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ, അത് പിള്ളേർ മാത്രമല്ല, ഏജ് ഇല്ല, കുറെ അപ്പം അച്ഛന്മാരും അമ്മമാരും കുറെ പേര് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ അവർക്ക് ആ മൊമെന്റ്സ് ഇപ്പൊ ബിഗ് ബോസ് ഇല്ലാത്തതുകൊണ്ട് എഗെയിൻ ലൈവ് റെക്കോർഡ് ചെയ്ത് മേടിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. സോ അങ്ങനത്തെ ഒരു മൊമെന്റ്സ് അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. ലൈക് സംവാട്ട് ഇപ്പൊ ഞാനും നമ്മളും ചെറുപ്പത്തിൽ ഇപ്പം കുറെ തിങ്സ് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ചാനലിലൊക്കെ. അപ്പൊ അതുപോലെ മിസ് ചെയ്യുന്നതുകൊണ്ട് അവര് പിന്നെ റീൽസ് അല്ലെങ്കിൽ വീഡിയോ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതാണ് അതിന്റെ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വർക്ക്സും വന്നത്. ഇപ്പൊ ഈ ഒരു പ്രൊജക്ട് ആണെങ്കിലും ലൈക് പീപ്പിൾ ആ ടൈമിൽ ഓഡിയൻസ് എൻജോയ് ചെയ്യും. സോ ആ ഇത് ഗിഫ്റ്റ് ഇത് ഞാനല്ല, ഇതിപ്പോ പ്രൊഡക്ഷൻ തീരുമാനിച്ചു. ഞാനൊരു ആർട്ടിസ്റ്റ് ആണ്, ഇവരൊരു ആർട്ടിസ്റ്റ് ആണ്, ബാക്കിയുള്ളത് ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ അവര് ആ ഒരു സ്ക്രിപ്റ്റിൽ ആ ഒരു പ്രൊജക്റ്റിൽ പ്ലേസ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഞങ്ങള് ചെയ്തൊന്നുമല്ല, ഞങ്ങൾ ഗിഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളാണ് ചെയ്യുന്നല്ലേ ഗിഫ്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. ബട്ട് ലൈക് പ്രൊഡക്ഷൻ പറയുന്നത് എന്താ പറയുക, ഗിഫ്റ്റ് ആണ്. ആക്ച്വലി ആദ്യം നമ്മളിങ്ങനെ ഗിഫ്റ്റ് ആവോ എന്തോ എന്നൊന്നും വിചാരിച്ചില്ല. പക്ഷെ ഇതിന്റെ മോഷൻ പോസ്റ്റർ റിലീസ് ചെയ്ത് കഴിഞ്ഞ് ഇത് മില്യൺസിൽ പോയി കഴിഞ്ഞപ്പോ എനിക്ക് ഫീൽ ചെയ്യുന്നു ഇതൊരു ഗിഫ്റ്റ് ആയിട്ട് അവരെടുത്തിരിക്കുന്നത്. മീൻസ് ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമായിട്ടാണ് അത് ഫീൽ ചെയ്തിരിക്കുന്നത്. സീരിയസ്ലി ഇപ്പം അർജുൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതിൽ ഞാൻ തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യുന്നു ആ കാര്യം. ഈ ബിഗ് ബോസിനകത്ത് ഇവരുടെ ഒരു തമാശ, ചിരി, കളി, ക്യൂട്ട്നെസ് ആണത്.
അപ്പൊ ആ ഒരു സംഭവം ബിഗ് ബോസ് നിന്ന് കഴിഞ്ഞപ്പോ പല ആൾക്കാരും അത് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരെ ഫാൻസ് അത് ഇങ്ങനത്തെ ഇന്റർവ്യൂ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രസ് മീറ്റ് അല്ലെങ്കിൽ അതിൽ കൂടെയാണ് അവര് റീകളക്ട് ചെയ്യുന്നത്, അവരത് ആഘോഷിക്കുന്നത്. സോ അതിനാണ് അവര് കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നത്. നോട്ട് ഫോർ ഇവരെ പേഴ്സണൽ ലൈഫ് എന്താണെന്ന് അറിയാനല്ല ആക്ച്വലി. റീസെന്റ് ആയിട്ട് ബിഗ് ബോസിനെ ബേസ് ചെയ്തിട്ട് ഒരു അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ നിങ്ങളുടെ പങ്കാളികളാണ്. അതിനകത്ത് ആക്ച്വലി എല്ലാരും മെമ്പർ ആണ്. ബട്ട് ഓൾറെഡി എന്റെ കാര്യം ചോദിച്ചാൽ എനിക്ക് അവിടുത്തെ അറിയത്തില്ല. എന്റെ കാര്യം ചോദിച്ചാൽ ഞാൻ അതിനകത്ത് സൈലന്റ് ആണ്. ബിക്കോസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ വിൽ ബി ലിറ്റിൽ സൈലന്റ്. ഞാൻ അങ്ങനെ ഭയങ്കര ആക്റ്റീവ് പേഴ്സൺ അല്ല. ഐ മീൻ ഗ്രൂപ്പ്സിലൊക്കെ ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിലൊക്കെ ജോയിൻ ആണ്. യെസ്, അതിനകത്ത് ഞാൻ മെമ്പർ ആണ്. അതിനകത്തുണ്ട്, ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാരും ഉണ്ട്. അത് ആക്റ്റീവ് ആയിട്ട് ബോർഡ് മെമ്പേഴ്സ് ഒക്കെ ഉണ്ട്. എനിക്ക് വലിയ ഐഡിയ ഇല്ല. ബെറ്റർ ആൾക്കാർ അതിനിപ്പോ ഈ പറഞ്ഞ പഴയ അതായത് ചെറുപ്പ കാലഘട്ടങ്ങളിൽ നമ്മള് പഠിക്കുന്ന സമയത്തൊക്കെ ഏതെങ്കിലും രണ്ടുപേരെ ഏതൊരു പെൺകുട്ടിനെ കൂട്ടി നമ്മളെ പേര് പറയുമ്പോൾ ഗോസിപ്പ് ഇറങ്ങുമ്പോൾ ഓട്ടോമാറ്റിക് ചെറിയതായിട്ടെങ്കിലും ഉള്ളിനുള്ളിൽ ചിലപ്പോ ഒരു ഇഷ്ടമൊക്കെ തോന്നിപ്പോയിട്ടുണ്ടാവും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ മലയാളികളും മിക്കവർക്കും അത് പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ എപ്പോഴെങ്കിലും മനസ്സിൽ ഒരു ഇഷ്ടം ആ രീതിയിലുള്ള ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? ഞാൻ ഇപ്പഴും ഇന്റർവ്യൂലും ബിഗ് ബോസിലും പറഞ്ഞ എന്റെ ഒരു ഫീമെയിൽ വേർഷൻ ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അതിപ്പം ഇത് ഞങ്ങളിപ്പോ നിങ്ങളിപ്പോ പുറത്തിറങ്ങിയിട്ടാണ് ഞങ്ങൾ ഇത്രയും കാണുന്ന വീഡിയോസ് ഒക്കെ. ഞങ്ങൾ ഇത് ക്രിയേറ്റ് ചെയ്തൊരു ബോണ്ട് ഷോയ്ക്കുള്ളിൽ തന്നെയുണ്ട്. അതിപ്പോഴും ഉണ്ട്. സ്റ്റിൽ അത് മുമ്പോട്ട് അതുപോലെ തന്നെ. രണ്ടുപേരും സിംഗിൾ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ടോ? ഒരു ലൈഫിലല്ല എൻജോയ് ചെയ്ത് ഈ ആൽബത്തിൽ എല്ലാവരും ഉണ്ടോ? ബിഗ് ബോസിൽ എല്ലാരും ഇല്ല. അർജുൻ, ശ്രീതു, ഞാൻ, സിജോ, രതീഷ്. ജിൻഡോ ഉണ്ടോ? ജിൻഡോ ഇല്ല, ജിൻഡോ ഇല്ല. ജിൻഡോ ഇല്ല. ജാസ്മിൻ ഗബ്രി ഇതിലില്ല. ഫ്യൂച്ചറിൽ ചിലപ്പം കാണാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ഈ പ്രൊഡക്ഷൻ ഹൗസിൽ വെറും സോങ്സ് മാത്രമല്ല, നമ്മള് മൂവിയും പ്ലാൻ ചെയ്യുന്നുണ്ട്, സീരീസും പ്ലാൻ ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട്. അവിടെ എവിടെ ഈ പറഞ്ഞ മാതിരി മനുഷ്യനെ കണ്ണടയ്ക്കുമ്പോ ഗബ്രി ജാസ്മിൻ കാണുന്നു, അവിടെ ഗബ്രി ജാസ്മിൻ ഉണ്ടാവും. ഈ സ്കൈക്കോഡ് ഇപ്പൊ ഈ പുതിയതായിട്ട് വരുന്ന ഫ്യൂച്ചർ പ്രോജക്ട്സിൽ പുതിയ ടാലന്റ്സിന് എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട്? ആരെങ്കിലും ഓഡിഷൻ ചെയ്യാനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യം നൽകുന്നു? അതൊരു നല്ല ക്വസ്റ്റ്യൻ. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. അതിന്റെ ആൻസർ ഞാൻ തരാം. ഞങ്ങളുടെ മെയിൻ ഒരു 30% ഇനിഷ്യേറ്റ് ചെയ്യുന്ന സംഭവം അത് തന്നെ ഉണ്ട്. ഞങ്ങള് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ നെക്സ്റ്റ് മൂവ് അത് തന്നെയാണ്. ന്യൂ ടാലന്റിന് വേണ്ടി, അത് ഡാൻസർ ആയിക്കോട്ടെ, സിംഗർ ആയിക്കോട്ടെ, മ്യൂസിഷ്യൻ ആയിക്കോട്ടെ. അപ്പൊ ഓൾറെഡി ഞങ്ങൾ അവർക്ക് പേഴ്സണൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓൾറെഡി ഇനിഷ്യേറ്റഡ് മുരളീകൃഷ്ണ. അപ്പൊ അങ്ങനെ തന്നെ ഞങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ അങ്ങനെ തന്നെയാണ്. ദോസ് നല്ല നല്ല ആർട്ടിസ്റ്റ് ഉണ്ട്, അവർക്ക് ഡയറക്റ്റ്ലി ഞങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം. ഞങ്ങളുടെ ടീം ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. എല്ലാ 50 ആൾക്കാരാണ് ഞങ്ങളുടെ ടീമിലെ. അപ്പൊ ഡയറക്റ്റ് ഞങ്ങളുടെ സ്കൈകോഡ് പേജിലേക്ക് അവർക്ക് മെസ്സേജ് ചെയ്ത് സ്ക്രിപ്റ്റും കാര്യങ്ങളുമായിട്ട് നിങ്ങളെ സമീപിക്കാൻ എങ്ങനെയാണ് പറ്റിയത്? സ്ക്രിപ്റ്റ് ഞങ്ങൾ ഓൾറെഡി ഇപ്പോ ഇനിഷ്യലി ഞങ്ങളുടെ പേജ് ഉണ്ട്, സ്കൈകോഡ് മ്യൂസിക് പ്രൊഡക്ഷൻ. അതില് ഓൾറെഡി നമുക്ക് ഒരു പ്ലാറ്റ്ഫോമിൽ ഡയറക്റ്റ് മെസ്സേജ് ഓപ്ഷൻ ഉണ്ടാവില്ല. അവിടെ മെസ്സേജ് ചെയ്തിട്ട് ഞങ്ങൾ അപ്പൊ തന്നെ റെസ്പോണ്ട് ചെയ്യും.